ഷൈൻ ഇല്ലാത്ത ഒരു സിനിമ ഏതാണ്? നന്നായി ഓടുന്നു ഒക്കെ നല്ലത് കൊടുക്കണം. നേരത്തെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ഡയലോഗ് കൂടുതൽ ഇട്ടാനല്ലേ നോക്കാം. ഒഴിവാകാൻ പറ്റുമോ? ചില സമയത്ത് ഇങ്ങനെ ആരെങ്കിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും, അതായിരിക്കും കുഴപ്പം. ആക്ടറിന് സിനിമയിൽ വരാൻ ഒരു അവസരമില്ല ശരിക്കും പുതിയ ഒരാൾക്ക് പുറത്ത്. ഞാൻ ചോദിച്ചതല്ല, ഡയറക്ടർ ആവാനായിട്ട് അതുവഴി വന്നത് അങ്ങനെയാണ്. ഗൗരവമുള്ള വിഷം ആ തലത്തിലുള്ളതാണെങ്കിൽ പാടാണ്. ഒറ്റയടിക്കല്ല 14 15 ടേക്ക് ഒന്നും ചെയ്യണേ. അതെ, നമുക്ക് തന്നെ ചിരിച്ചിട്ടാന്ന് പറയും. അതൊരു വലിയ ചെറിയ വേഷങ്ങളെ ചെറിയ വേഷങ്ങളാക്കണ്ട, മെയിൻ വേഷത്തിൽ വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഇവിടെ തന്നെ അഭിനയിച്ച ഒരുപാട് പേര് ഇപ്പോൾ അഭിനയിക്കുന്നു. ജോണി ആന്റണി ഇപ്പൊ ഏറ്റവും തിരക്കുള്ള. നല്ല സുഖല്ലേ? എന്നെയൊക്കെ നല്ല ചീത്ത വിളി. നീ ചായം തേച്ച അവിടുന്ന് കുറച്ച് ചീത്ത വിളിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വീട് പണിയൊക്കെ കിടക്കുന്നുണ്ട്. മറ്റു 2 വർഷമായിട്ട് ഇങ്ങടപ്പല്ലാതെ. അതാണ് എൻ്റെ ഡയറക്ഷന് വേറൊരു ഇത്. കാരണം ഒരു പ്രോജക്റ്റ് ആവാൻ വേണ്ടി വരുന്ന സമയം. അപ്പോൾ നമ്മൾ ഒരു വർഷം, ഒരു 6 മാസം മുതൽ 1 വർഷം വരെ, ചിലപ്പോൾ 2 വർഷം വരെയൊക്കെ ഒരു അധ്വാനം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും സമയം വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകുന്നില്ല ഒരിക്കലും. ഷൈനും തുടങ്ങിയത് കരിയർ തുടങ്ങിയ ആക്ടറിന് സിനിമയിൽ വരാൻ ഒരു അവസരമില്ല ശരിക്കും പുതിയ ഒരാൾക്ക് പുറത്ത്. അല്ല, ബാക്കി എല്ലാവരും കസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഞാൻ ചോദിച്ചതല്ല, ഡയറക്ടർ ആവാനായിട്ട് അതുവഴി വന്നത് അങ്ങനെയാണ്. ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താ കിട്ടുക? അതിന്റെ എളുപ്പവഴി എന്നാണ് എളുപ്പവഴിയല്ലത്. ആക്ച്വലി അഭിനയിക്കാനാന്ന് പറഞ്ഞു വരുന്നവര് ഒരു വലിയ അല്ലേ? മെയിനായിട്ട് അസിസ്റ്റന്റ് ആക്ടേഴ്സിനൊന്നും അല്ല, ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്ന സമയത്തിലായിരിക്കില്ല. അപ്പോ പറഞ്ഞാൽ എഡിയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കണ്ടുപരിചയത്തെ ശേഷം ആവാൻ ഒക്കെ ആയിരിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ. മറ്റേ ആദ്യമായിട്ടാണ് ഞാൻ ചോദിച്ചത് ഇയാൾ പെർഫോം ചെയ്യോ എന്നുള്ളത് നോക്കാനുള്ള സമയമില്ല. അതാണ് എൻ്റെ. എന്തെങ്കിലും സിനിമ ചെയ്യോ, ഡയറക്ട് ചെയ്യോ? ഒന്നും ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ ഡയറക്ടറിന് ക്യാമറമാനൊന്നും കണ്ടിട്ടില്ല, ആക്ടേഴ്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആക്ടർ ആവാനുള്ള ആഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ ആരോടും പറയാൻ പറ്റില്ല എനിക്ക് അഭിനയിക്കണം. ഇപ്പൊ +2 കഴിഞ്ഞൊരു പയ്യൻ സിനിമ ലൊക്കേഷനിൽ വന്നിട്ട് അഭിനയിക്കണം എന്ന് പറയുമ്പോൾ എവിടുന്ന റോൾ കിട്ടണം? ആക്ടർ ഉണ്ടായി പറഞ്ഞാൽ അയാളുടെ ടൂട്ടിക്ക് ഇറങ്ങി തിരിച്ചിട്ടല്ലേ. ഇവിടെ ഇപ്പൊ ഈ സിനിമയിൽ സംബന്ധിച്ചുള്ള 2 പേരും മുഖാമുഖം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 2 ക്ലാഷ് ഒരു പ്രധാന ഒരു ട്രെയിലർ കാണുന്ന ഒരു ഇതുണ്ട്. ഒരു മേഖലയിൽ ഞങ്ങളുടെ ഒരു കഥാപരമായിട്ടുള്ളൊരു ക്ലാഷ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? വിജയേട്ടന് ദേഷ്യം വരില്ലല്ലോ, പെട്ടെന്ന് ചിരി വരും. വിജയേട്ടന് ഒരു തരത്തിൽ നമുക്ക് ദേഷ്യം പിടിപ്പിക്കാൻ പറ്റില്ല. വിജയേട്ടൻ ചിരിയാണ് വരും. അയാൾ വിജയേട്ടൻ കുഴപ്പമില്ലൊന്നും പോയാ സുഖം കേൾക്കാം. വേറൊരു സാത്വികനായ അല്ലേ? ഒരു സ്ഥലത്ത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു ശാന്തൻ. അതൊക്കെ അല്ലേ? ആ ഹൈപ്പിൽ നമുക്ക് വിളിക്കാം. നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ തന്നെ അത് സെൻസറിൽ പോവും, അല്ലെങ്കിൽ അതിന്റെ എഫേർട്ട് ഇപ്പോൾ എടുത്തിട്ട് കാര്യമില്ല. എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും വിളിക്കില്ലല്ലോ. ഇപ്പൊ നമ്മളാ പ്ലേ എടുക്കുന്ന കാരണം ഓപ്പോസിറ്റിലാണ് പറയുന്നതനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് റിയാക്ഷൻസിലെ. ഇതിനകത്ത് കുറച്ചുകൂടി സെറ്റിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, വലിയ ഇതില്ല. ഞാൻ ഇത് വളരെ ലൈറ്ററായിട്ടുള്ളൊരു ഒരു പോലീസ് സ്റ്റോറി അല്ല ആക്ച്വലി. ഇത് എല്ലാ പോലീസ് കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഒരു പോലീസ് സ്റ്റോറി അല്ല ആക്ച്വലി. ഇത് പോലീസിൻ്റെ ഉള്ളിൽ ഉള്ള അവരുടെ ഫാമിലിയും അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളും ഒക്കെ കോർത്തിണക്കിയിട്ട് പോകുന്ന ചില ഈഗോസും എല്ലാം കൂടെ കണ്ടായിട്ട് നിവൃത്തികെട്ട അവസ്ഥയിൽ പോകുന്നതിനെയാണ് ആൾക്കാർക്ക് ചിരി വരുന്നൊരു മേഖല. അതായത് ഈ കൊടുക്കൽ വാങ്ങൽ എപ്പോഴും ഒരു ആക്ടേഴ്സ് തമ്മിലിടയിൽ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ പറഞ്ഞ തെറി വിളിക്കാന്ന് പറയുന്നിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലെ ഓരോ പോസ്റ്റിനുള്ള അവരുടെ കമാൻഡിങ്ങും ഇതുണ്ട്. അപ്പോൾ ഏജ് വൈസ് കുറഞ്ഞ ഒരാളായിരിക്കാം ചിലപ്പോൾ സീനിയർ ഓഫീസർ, ഏജ് കൂടിയ ഒരാളായിരിക്കാം, അങ്ങനത്തെ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പോസ്റ്റിൽ ഇപ്പോൾ ഒരു പ്രായത്തിൽ കുറഞ്ഞ ഒരാൾ പ്രായത്തിൽ മൂത്ത ഒരാളെ പോസ്റ്റ് വൈസ് ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനത്തെ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലേ? കുഴപ്പമാണോ? ഹൈറാർക്കി എന്ന് പറയാം. 2 സീനിയർ ആയിട്ട് വരുന്ന ഒരാൾ നമ്മളെ കാട്ടി ജൂനിയർ ആയിട്ട് വരുന്ന വിഷയങ്ങൾ, അത്രയും കാര്യങ്ങൾ. അപ്പൊ അതിനാണ് ഇദ്ദേഹമാണ് പറയുന്നത് തുണ്ടടിച്ചോളാം.
അത് ഒരു അത് സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്ന രക്ഷാമാർഗം. അതെ, ഒരു സുഹൃത്തുക്കളുടെ രീതി. അതായത് എന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളി പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുന്ന പല കാര്യങ്ങളിലും ഒന്ന് മാത്രമാണ് അത് പ്രോബ്ലം ടു പ്രോബ്ലം ആണ്. ചീത്തയും കേൾക്കും എനിക്ക്. പിന്നീട് കോട്ടയം നസീറിന് ഇപ്പോൾ ഒരുപാട് നല്ല വേഷങ്ങൾ, ഇപ്പോൾ റോഷാക്ക് കഴിഞ്ഞതിന് ശേഷം കുറേ ഗൗരവമുള്ള വേഷങ്ങൾ, അച്ഛൻ വേഷങ്ങൾ വരെ ചെയ്യുന്നുണ്ട് ഒരു മടിയില്ലാതെ. അങ്ങനെ ഒന്നും ഒരു അതെ നേരത്തെ പറഞ്ഞ പോലെ എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലാക്കാണ്. അല്ല, ഇപ്പം ഞാൻ ഹീറോ കളിക്കുന്ന ആരും ചെയ്യുമല്ല, ഇപ്പം നമ്മൾ കിട്ടുന്ന വേഷം ചെയ്ത് പോകാന്നുള്ളൂ. അങ്ങനെ തെറ്റിദ്ധാരണയാണ്. ആണല്ലോ, കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് അല്ല. വീണ്ടും ക്യാരക്ടേഴ്സ് ആയി തുടങ്ങിയല്ലോ ലീഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു ചെയ്യാൻ ഉണ്ടാവണം, അപ്പിയറൻസ് ഒക്കെ മാറി ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പം പക്ഷേ ഒരുപാട് ചാൻസുകൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഷോയുടെ മാത്രമല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു റോഷാക്ക് ശേഷമാണെന്ന് തോന്നുന്നല്ലേ അങ്ങനെ ഒരു. പണ്ട് നീ പറഞ്ഞ പോലെ ഷോയുടെ കാര്യം കൊണ്ടായിരുന്നില്ല, അന്ന് സിനിമയ്ക്ക് ഷോയെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാർഗം അല്ലേ, പട്ടിണിയായി. ഇല്ല, പല പ്രാവശ്യം നമുക്ക് തന്നെ വന്നിട്ടില്ല. ആഗ്രഹമായിരുന്നു എന്നെ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഷാഫിക്കാടെ പടത്തിൽ അങ്ങനെ. അത് ബിജുവിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്. അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്താണ് അഭിനയിച്ചത്. അപ്പോൾ അടുത്ത ഒരു സിനിമ ചെയ്യുമ്പോൾ അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു വേഷം അല്ലേ വീണ്ടും ചെയ്യും. സംവിധായകൻ എന്ന് പറയുമ്പോൾ ഇത് പറയുമെങ്കിലും സിനിമകളാണ് നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇപ്പോഴും വരുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന സിനിമകളാണ്. എണ്ണം പറയുന്നില്ല, റിപ്പീറ്റഡ്ലി കാണണല്ലോ. ഹ്യൂമർ ആയിട്ടല്ല, അതൊന്നും ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഈ അന്ന് എനിക്കൊരു വലിയ കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് എപ്പിസോഡുകൾ ഒരു വലിയ കഥയിൽ ഒരു സിനിമയിൽ നിറച്ചു വെക്കാൻ അത് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു ഡയറക്ടേഴ്സ് ആയിരുന്നു രണ്ടുപേരും. പക്ഷെ ഇന്ന സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞു ത്രെഡുകളാണ്. കുഞ്ഞു ത്രെഡിൽ നിന്നാണ് കഥകളൊക്കെ. അപ്പൊ ആ ഒരു പിന്നെ കൗതുകം നോക്കി കണ്ടിട്ടുണ്ടോ? അല്ല, അത് പ്രേക്ഷകർക്ക് വരുന്ന മാറ്റമാണ്. ഇപ്പൊ അന്ന് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിൽ നല്ല ഡ്രാമ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് എന്നാ പറയാം, കോമഡി ഉണ്ടാവണം. ഞങ്ങൾ ചെയ്യുമ്പോൾ കോമഡി ഉണ്ടാവണം, അതായിരിക്കണം മെയിൻ. പക്ഷെ അത് മാത്രം പോരാ, അതിൻ്റെ അകത്ത് നല്ല ഡ്രാമ ഉണ്ടാവണം, ഫൈറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ എല്ലാ പാട്ടുകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം അത് എല്ലാ ഘടകങ്ങളും ഒത്തു വരുമ്പോഴാണ് അതൊരു സിനിമയാക്കാം എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുക. അതൊരു കാലഘട്ടം. അന്ന് ആളുകളുടെ ആവശ്യമായിരുന്നു, അത് സിനിമാ പ്രവർത്തകരുടെ ആവശ്യമല്ലായിരുന്നു. അന്ന് ആളുകൾ എൻജോയ് ചെയ്തിരുന്നത് അങ്ങനത്തെ സിനിമകളാണ്. പിന്നീട് അത് മാറി മാറി വന്നിട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പോലെ ഒരു ചെറിയ മാറ്റർ ഉണ്ടെങ്കിൽ അത് മാത്രം നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എൻജോയ് ചെയ്യാൻ. നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റേ നമ്മൾ പല സാധനങ്ങളെ കെട്ടിക്കൊണ്ടുവരുമല്ലോ, ഇങ്ങനെ കോർത്തിണക്കാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഉള്ള ഇപ്പോൾ എല്ലാ സിനിമയിലും പാട്ട് വേണമെന്നില്ല, എല്ലാ സിനിമയിലും ഫൈറ്റ് വേണമെന്നില്ല, എല്ലാ സിനിമയിലും കോമഡി വേണമെന്നില്ല. അല്ലെങ്കിൽ കോമഡി ചെയ്യാൻ പാടാണോ അന്നും ഇന്നും എന്നൊരു അനുഭവം എന്താണ് ശരിക്കും? എന്നും ചെയ്യാൻ പാടല്ലേ? ഗൗരവമുള്ള വേഷങ്ങൾക്കേക്കാൾ പാടാണ്. ഇപ്പൊ ഗൗരവമുള്ള വേഷം ആ തലത്തിലുള്ളതാണെങ്കിൽ പാടാണ്. അല്ലാതെ നോർമൽ ബിഹേവിംഗ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ടഫ് ഹ്യൂമർ ചെയ്യാൻ തന്നെയാണ്. 14-15 ടേക്ക് ചെയ്യണേ, അത് നമുക്ക് തന്നെ ചിരിച്ചിട്ടാന്ന് പറയും. അതൊരു വലിയ കാരണം ഇത് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ട് കേട്ടിട്ട് നമുക്ക് മനസ്സിലാവില്ല ശരിയാണോ ചെയ്യണേ. ഒരു സീരിയസ് ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ ഒരു കോമഡി ചെയ്യുന്നത് തെറ്റി ഒരുപാട് ടേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആദ്യമൊക്കെ ചിരിക്കും, അത് നമ്മൾ ചിരിക്കും, അത് കഴിഞ്ഞ് അടുത്തുള്ളവർ ചിരിക്കും, പിന്നെ ക്രൂ ചിരിക്കും, അല്ല നമ്മൾ കഴിയുമ്പോൾ അവരൊക്കെ ചിരി നിർത്തും. അല്ല, ഓക്കെ ടേക്ക് ആകുമ്പോ ആരും ചിരിക്കാണ്ടോ, കാരണം അവര് ഇത്ര പ്രാവശ്യം കണ്ടിട്ട് അവർക്ക് ചിരി വരാത്താണ്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ശരിയായെന്നുള്ള ടെൻഷൻ ആയിരിക്കും. പിന്നെ ആദ്യം പറയുമ്പോൾ കിട്ടുന്ന ഒരു ടൈമിംഗ് ഇല്ലേ, ആ ടൈമിങ്ങിനെ പിന്നെ നമ്മൾ കോപ്പി ചെയ്യാണല്ലോ. അപ്പൊ അതേപോലെ ആവണമെന്നില്ല ചിലപ്പോ, അല്ലേ? ആദ്യം കിട്ടുന്നൊരു ചിലപ്പോ ചില സീനിലൊക്കെ നമ്മള് ചിലപ്പോ 5-10 ടേക്കൊക്കെ എടുത്തതിന് ശേഷം ആദ്യത്തെ ടേക്ക് തന്നെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക. ഒരുപാട് പണ്ടായിരുന്നു, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടായിരുന്നു, ഒരുപാട് സിനിമകൾ ഏത് സിനിമയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ പക്ഷേ വളരെ സെലക്റ്റീവാണ്. കുറച്ച് 1, 2, 3 സിനിമകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ചിലപ്പോൾ ഒരു സിനിമകളൊക്കെ വരുന്നുണ്ട്. അത് ബോധപൂർവ്വം എടുത്തൊരു തീരുമാനമാണോ ശരിക്കും? അത് ബോധം എന്ന് പറയാട്ടോ, അതൊരു പ്രഷറുണ്ട് വൈ. അതിലൊരു നമ്മൾ ലീഡ് റോള് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്. കാരണം മറ്റ് നമുക്ക് അത്രയും ടെൻഷനില്ല. ഒരു ഭാഗവാക്കായിട്ട് പോകുമ്പോൾ നമുക്ക് ഇത്രയും ലോഡോ പ്രഷർ എടുക്കേണ്ടി വരും. ലീഡ് റോൾ ചെയ്യുമ്പോൾ ആ സിനിമയുടെ സക്സസ്, അതിൻ്റെ ബിസിനസ്,
എന്നിട്ട് കുറേ മേഖലകളിൽ നമ്മൾ ഇൻവോൾവ് ആവേണ്ടി വരും. അത് കുറേയൊക്കെ നമ്മൾ തലയിൽ ചുമക്കേണ്ടിയും വരും. അപ്പോൾ അതൊരു വലിയ പ്രഷർ. അപ്പോൾ അത് നമ്മുടെ ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ ഒരു കഥ കേട്ട് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റായി മാറുമ്പോൾ ആ ഡിസിഷൻ വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ പ്രഷറാണ്. അപ്പോൾ കേട്ടിട്ട് നമുക്ക് ഏറ്റവും സേഫാണെന്നും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു തോന്നുന്നൊരു സാധനം സെലക്ട് ചെയ്യാൻ എടുക്കുന്നൊരു സമയവും തീരുമാനം എടുക്കുന്നതും തിയേറ്ററിൽ വർക്കൗട്ട് ആവുന്നുള്ള നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്ന മാറ്റർ ഉണ്ടല്ലോ. അപ്പോൾ തിയേറ്ററിൽ വർക്കൗട്ട് ആവുന്ന സിനിമയ്ക്കാണ് നമ്മൾ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒരു റൗണ്ട് ഓഫ് സെലക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുക. പിന്നെ അത്തരം കുറേ കഥകൾ കേട്ടിട്ട് ഇത് വർക്കൗട്ട് ആവുന്നുള്ള ധൈര്യത്തിൽ ചെയ്ത സിനിമയാണ് തുണ്ട്. നമുക്കൊരു ഇഷ്ടം തോന്നി, ആൾക്കാർക്ക് ഇഷ്ടമാവും, നമ്മുടെയൊക്കെ ടേസ്റ്റ് ശേഷം നമ്മളിങ്ങനെ വളരെ പ്രതീക്ഷയോടെ ചെയ്യുകയും എന്നാൽ അത് തിയേറ്ററിൽ മോശമാവുകയും ചെയ്യുമ്പോൾ ആ ഒരു തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ഡള്ളാവും, എന്തുകൊണ്ട് വർക്കൗട്ടായില്ല എന്ന് ആലോചിക്കും, ആരോടെങ്കിലും ചോദിക്കും, നമ്മൾ തന്നെ ക്രൂ ഡിസ്കസ് ചെയ്യും. പക്ഷെ അതൊരു ഉത്തരമില്ലാത്ത സാധനമാണ്. ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത പടമാണ്. ഞാൻ ഓരോ സിനിമ ആൾക്കാരെ ഞാൻ ഒരു തിയേറ്ററിലിരിക്കുന്ന പല പല മാനസികാവസ്ഥയുള്ള ആൾക്കാരുടെ പല പല പ്രശ്നങ്ങളിൽ നിന്ന് പല രീതിയിൽ വന്നിരിക്കുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് അറ്റ് എ ടൈം എൻഗേജ് ആക്കണം, എൻ്റർടൈൻ ചെയ്യിക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ റിലീസ് ചെയ്യുന്ന ടൈമിനും വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പല സിനിമകളും വേറൊരു സമയത്താണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വർക്കാവും. തീർച്ചയായിട്ടും ഹിറ്റായ സിനിമകൾ ചിലപ്പോൾ വേറെ സമയത്താണെങ്കിൽ ചിലപ്പോൾ അത്രയും ശ്രദ്ധിക്കപ്പെട്ടെന്ന് വരില്ല. ആ ടൈം എല്ലാം ഒരുപാട് അതാണ് ഞാൻ ഈ ലക്ക് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും കൂടി ഒത്തുവരണം. കഠിനാധ്വാനം മാത്രമല്ല. സംയുക്ത നല്ലൊരു ക്രിട്ടിക്സ് ആണെന്ന് പറഞ്ഞു. നല്ല സിനിമ നല്ലപോലെ കാണുകയും കൃത്യമായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഏതെങ്കിലും കണ്ടിട്ട് ഇത് മോശമായി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ? കുറേ ഇല്ല, പിന്നെ എടുത്തോണ്ടില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന നമ്മുടെ കഥ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലുണ്ടായ മിസ്റ്റേക്ക്, ചിലപ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ തന്നെ ചിലപ്പോൾ ഒരു സീനിനെയൊക്കെ മാറ്റിയിട്ട് ഒരു ഫോൺ കോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ കൺസീവ് ചെയ്തതായിരിക്കില്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവും, ഞാനിങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ലാസ്റ്റ് ഔട്ട് വരുമ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമ എല്ലാം എപ്പോഴും റിസ്കി ഇതിൽ നിൽക്കുന്നത്. ലാസ്റ്റേ അറിയുള്ളൂ ശരി ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ അങ്ങനത്തെ സെഷൻസും കാര്യങ്ങളും ഒരുപാടുണ്ടാവും. നമുക്കിപ്പോൾ എത്ര സക്സസ്ഫുൾ സിനിമയാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്സ് ഒരുപാട് കണ്ടുപിടിക്കണം. എസ്പെഷ്യലി നമ്മുടെ അടുത്ത ആൾക്കാർ വളരെ കൂടുതൽ ശ്രദ്ധിക്കും. അല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ചെയ്തിട്ടുള്ളത്? അയ്യപ്പൻ തീർച്ചയായിട്ടും എല്ലാവർക്കുള്ള പോലെ. അത് പിന്നെ അതൊരു പാക്ട് സിനിമയില്ല, അതൊരു എല്ലാമുള്ള സിനിമയില്ല. നമ്മളെ പൾസറേറ്റ് ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് ഉണ്ട്, റിലേഷൻസ് ഉണ്ട്, എല്ലാം കിട്ടിയ സിനിമ. ഈ ബിജുവിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു സൗണ്ടിൻ്റെ ബാസാണ് അല്ലേ? ഒരുപാട് സിനിമകൾ അതിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നിന്ന് വളരെ സെറ്റിൽഡായിട്ട് വളരെ ശബ്ദനായിട്ടാണ് സംസാരമൊക്കെ, വളരെ ഈ ഒരു മോഡുലേഷനിലൊക്കെ തന്നെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത് പാടാണോ അത് ഇങ്ങനെ? ഇതെന്താ ഞാൻ പറയുന്നത്, സത്യസന്ധമായിട്ട് പറയേണ്ടത് നമ്മൾ വരുന്ന കാലഘട്ടം, ഇപ്പോൾ ഞാൻ സിനിമയിലൊക്കെ വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ജോണർ സിനിമകൾ, ഇപ്പോൾ നമ്മൾക്ക് മമ്മൂക്കയുടെ സിനിമകൾ കണ്ടപ്പോൾ മമ്മൂക്കയുടെയൊക്കെ ശബ്ദ ഗാംഭീര്യവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. നാച്ചുറലി അത് നമ്മളെ ബാധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഉള്ളിലുണ്ടാവും. ഞാൻ ആ സമയത്ത് ചെയ്ത സിനിമകളിലൊക്കെ മമ്മൂക്കയുടെ ടച്ച് ഒരുപാടുണ്ടായിട്ടുണ്ട്. ശബ്ദത്തിൽ ഭയങ്കര സാമ്യമുണ്ട്. എനിക്ക് അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒറിജിനൽ ശബ്ദമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ എനിക്ക് ആർട്ടിഫിഷ്യൽ ശബ്ദത്തിൽ ഇനി സംസാരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആ ലൈനിലായിരുന്നു. പിന്നെ അന്നത്തെ റോൾസ്, ഈ സീരിയസ് റോൾസും ഈ പോലീസ് ക്യാരക്ടറും പറയുന്നതെല്ലാം സെക്ഷനും വിത്ത് സിറ്റി വിട്ട് പോയിട്ടില്ല സാർ, അങ്ങനത്തെ മാറ്ററുകൾ നമുക്ക് കൂടുതൽ മോഡുലേറ്റ് ചെയ്യാനും പിടിക്കാനൊന്നുമില്ല. കാരണം ആ ഒരു പോലീസുമായിട്ട് കണക്റ്റഡ്, ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡ് മാറ്റേഴ്സ് അല്ലേ പറയും. അതിൽ നിന്ന് മാറി പേഴ്സണലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ബലവും കാര്യങ്ങളൊക്കെ നോർമലി സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ ഷൈൻ ഒരു ചെറിയ വിമർശനം കേൾക്കുന്നത് റീസെന്റ് എങ്ങനെ ശബ്ദത്തെ കുറിച്ചിട്ടുള്ള ആ വിമർശനങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടറിന് വേണ്ട വ്യക്തതയെ നമ്മുടെ സംഭാഷണത്തിലും നമ്മുടെ സ്റ്റൈലിലൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ വേഷവും ആംബിയൻസും ഒക്കെ അനുസരിച്ച് ഉണ്ടായി വരുന്നതാണ് ആ ശബ്ദം. ഒരിക്കലും എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ഇല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാവരും അക്ഷരസ്ഫുടതയിൽ സംസാരിക്കുന്ന ആൾക്കാരല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു കാസർഗോഡുകാരനെ കണ്ടു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവും ആദ്യം അല്ലേ, പിന്നീട് അവൻ കൂടി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ പുതിയ ആക്ടേഴ്സ് വരുമ്പോൾ അവരുടെ സംഭാഷണം പെട്ടെന്ന് മനസ്സിലാവും പാടായിരിക്കും. ഇപ്പൊ പണ്ട് സിനിമകളിൽ സാറ് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കായൊക്കെ ആദ്യം വരും പറയണത് മനസ്സിലാവുകയില്ല, പിന്നീട് ആ ശൈലി പിടികിട്ടൂല. ഭയങ്കര സ്പീഡായിരുന്നു, അല്ലേ? സ്പീഡ് കൂടുതലായിരുന്നു. പിന്നെ കേട്ട് കേട്ട് ഫെമിലിയർ ആയിട്ട്
ഇപ്പൊ സിംഗ് സൗണ്ട് ആദ്യം വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആൾക്കാർക്ക് വ്യക്തമായിരുന്നില്ല ഡയലോഗ്സ്. ഇപ്പൊ പക്ഷെ സിംഗ് സൗണ്ട് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ അത്ര വിമർശനം അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ശരിക്കും. ഇതൊരു ടെക്നിക്കാണല്ലോ, അല്ലാതെ മികച്ച അഭിനേതാക്കളും ശബ്ദം കൊണ്ട് പറയുന്ന ആൾക്കാരല്ലോ. ഇതൊക്കെ കൊണ്ട് താൻ മികച്ച നടനാണെന്ന് ആൾക്കാരെ ധരിപ്പിക്കുകയാണ്. ശരിക്കും ഒരു ടെക്നിക്ക് ഉണ്ട് സിനിമയില്. ഞാൻ നടനം നിലയിൽ അത് ഒരിക്കലും കരിയറിനെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ സൗണ്ടിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഒരിക്കലും അപ്പോഴാണെങ്കിൽ ആ വിമർശനം 2 ദിവസം കൂടി ഓടുമല്ലോ, റീച്ച് ഉണ്ട്. മോശം കാര്യങ്ങൾക്ക് മോശം വാർത്ത ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റീച്ച് ആവുന്നത് കൂടുതൽ റീച്ച് ആവും. ചേട്ടൻ്റെ കാര്യത്തില് ആദ്യം ഭയങ്കര ആഗ്രഹം മോഹൻലാലിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. വളരെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് വാമനപുരം പാസ്പോർട്ടിലാണ് തോന്നുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച മമ്മൂക്കയായിട്ടാണ്. ഭയങ്കര വൈരുദ്ധ്യാത്മകതാണ് ശരിക്കും. അതെന്താണ് ആ ഒരു സർക്കിളിൽ നിന്ന് ജമ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് പോയി? അങ്ങനെ സർക്കിളൊന്നുമില്ല സിനിമയിൽ വരുന്ന അഭിനയിക്കാൻ വരുന്ന ഒരു നടന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണല്ലേ ഇവരോടൊപ്പം അഭിനയിക്കാൻ. അതുപോലെ അവര് നമ്മൾ അഭിനയിക്കാൻ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് തന്നെ അല്ലാതെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചതെല്ലാം മമ്മൂക്ക ചിലപ്പോൾ അറിഞ്ഞിട്ടുള്ളതായിരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലത് മമ്മൂക്കായിട്ട് തന്നെ പറഞ്ഞ് ചെയ്തിട്ടുള്ള വേഷങ്ങളും ഉണ്ടാവും. അങ്ങനെയൊന്നുമല്ല. ഞാൻ പൊതുവെ ഒരു ബേസിക്കിൽ ഞാൻ ഭയങ്കര ഈ ചാൻസ് ചോദിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയനായിട്ടുള്ള ഒരാളാണ്. കാര്യം ഭയങ്കര മടി. അത് കാരണമല്ല, അത് നമ്മൾ അവർക്കൊരു ശല്യമായി പോകുമോ എന്നുള്ളൊരു അങ്ങനെ ഇപ്പോഴൊക്കെയാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചോദിച്ചു തുടങ്ങുന്നത്. പണ്ട് നമുക്ക് ഭയങ്കര ചമ്മലുണ്ടായിരുന്നു, അതിന് ചോദിച്ചാൽ എന്തായി തീരും, പിന്നെ നമ്മൾ ഫോൺ എടുക്കാണ്ടായി പോകും, ആ ഉള്ള സൗഹൃദം പോകണ്ടെന്ന് വെച്ചിട്ടൊക്കെയാണ്. അല്ലാണ്ട് ഒന്നുമില്ല കേട്ടോ, അങ്ങനൊന്നുമില്ല. അല്ല, നമ്മള് ചില ആൾക്കാർ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇത് വേണമെന്നുള്ളത്. ഉദാഹരണം എനിക്ക് തോന്നിയാണ്, അറിയില്ല. ഇപ്പം ബിജന്റെ സിനിമകളിൽ നിന്നും ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിരന്തരം അത് ആവർത്തിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കണ്ടിട്ടില്ല, അപ്പം വേറൊരാൾ വേണം. ഇപ്പം തന്നെ ഈ ഫ്രഷ്നെസ് ഉണ്ട് അതിനകത്ത്. കഥ ഒരു ഡയറക്ടറും റൈറ്ററും എൻ്റെ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഒരു കഥ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അവർ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സിനെ ഇപ്പോൾ അവർ മനസ്സിൽ ഓരോരുത്തരെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളതിൽ ഇൻട്രൂഡ് ചെയ്തിട്ടോ ഇൻ്റർഫിയർ ചെയ്തിട്ടോ അതിൻ്റെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചില ക്യാരക്ടറിന് അതിനകത്ത് നമുക്കൊരു സജഷൻസ് ഉണ്ടാവും, അത് കൺവിൻസിങ് ആവുമോ എന്നുള്ള അങ്ങനത്തെ സജഷൻസ് ഒക്കെ ചോദിക്കും. കൂടുതലും അവരുടെ പ്രയോറിറ്റിയാണ്, അവരാണ് ഡിസൈഡ് ചെയ്യാൻ, അവർക്കാണ് ആരാ ആപ്റ്റ് എന്നുള്ളത്. നമ്മളെക്കാൾ കൂടുതൽ കഥ കാര്യമായിട്ട് വായിക്കുകയും ക്യാരക്ടേഴ്സ് കൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ഡിസിഷൻ അവർ തന്നെയാണ്. പിന്നെ നമ്മൾ പറയും ഹെൽത്തി ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കുറേ കൂടെ മറ്റവരായിരിക്കും ഓപ്ഷൻ എന്നൊക്കെ, അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം ഷൈനും ലാലേട്ടോടൊപ്പം അഭിനയിച്ചിട്ടേ ഇല്ലെന്നാണ്. പക്ഷെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ അടുത്ത് അഭിനയിക്കും കായങ്ങളും കൊച്ചുണ്ടെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിലും ഒരു സമയത്തല്ല ഷൂട്ടിങ് ഉണ്ടായിരുന്നു. ശരി, ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഇല്ല, മമ്മൂക്കാനായിട്ടാണ് കൂടുതലും ചെയ്തത്. ഒരു സിനിമ, പുതിയൊരു സിനിമ ചെയ്യാൻ അല്ലല്ല, അതിന്റെ ഒരു കാര്യം പുതിയ സിനിമ ചെയ്യുന്നു, ദിലീപായിട്ടൊരു സിനിമ എന്നൊക്കെ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു. ദിലീപ് ചെയ്യുന്ന പുതിയ സംവിധായകനാണ് അതിൻ്റെയും. അപ്പം അതിൻ്റെ തിരക്കഥ ഞാൻ എഴുതുന്നുണ്ട്. തിരക്കഥയുള്ളൂ, സംവിധായകൻ അല്ലല്ല, പുതിയ സംവിധായകൻ. ഹെക്ടിക്ക് പിടിച്ചൊരു ജോലി ലോകത്ത് ഇഷ്ടത്തോടെയല്ല ചെയ്യുന്നെങ്കിൽ തുടരെ ഉണ്ടാവും. അത് അടുത്ത് തന്നെ തുടങ്ങാനുള്ള ഒരു ശ്രമമുണ്ട്. അതും ഹ്യൂമർ സബ്ജക്റ്റ് ആണോ? അത് പക്ക ഹ്യൂമർ, ഫാമിലി. ചെറിയ വേഷങ്ങളെ ചെറിയ വേഷങ്ങളാക്കണ്ട, മെയിൻ വേഷത്തിൽ. അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ വലിയ വേഷങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ അടുത്ത് റിലീസ് ചെയ്ത പടങ്ങളില് ഷൈൻ ഇല്ലാത്ത ഒരു സിനിമ ഏതാണ് ആലോചിക്കേണ്ടി വരില്ല. അല്ലേ, നന്നായി ഓടുന്നു ഒക്കെ നല്ലത് കൊടുക്കണം. അതായിട്ട് ഷൈനായിട്ടുള്ളൊരു ആക്ടിങ് എങ്ങനെയുണ്ടായിരുന്നു? കോംബോ ഞാൻ ഷൈൻ നല്ല ആക്ടറാണ്, പിന്നെ കൂമ്പനാണ്. അവൻ്റെ ഏജന്റ് ആയിട്ടുള്ള ഫണ്ട്. ഇപ്പോൾ നാദർഷ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയൊരു പടം ഇപ്പോൾ മോൻ അഭിനയിക്കുന്നതല്ലേ, അതിൽ ഷൈൻ. അതെ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അതിൽ ഷൈനുണ്ട്. ഒരാളുടെ ഡെഡിക്കേഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഷൈന് ഡേറ്റ് ഇല്ല, ഒരു ദിവസം പോലും ഇല്ല, ഫുൾ പാക്റ്റാണ്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, ഒരു കുറച്ച് ദിവസമുള്ളൂ ഷൈനൊന്ന് വരാൻ പറ്റുമെന്ന് വെച്ചിട്ട് പുള്ളി എങ്ങനെ അഭിനയിച്ച് തീർത്തെന്ന് വെച്ചാൽ പകലൊരു സിനിമയിൽ അഭിനയിക്കും, ആ സിനിമയുടെ തന്നെ ഡേറ്റ്. പക്ഷെ അവർക്ക് നൈറ്റ് ഷൂട്ടില്ല.
എന്നിട്ട് രാത്രി വന്നിട്ട് നമ്മൾ നേരം വെളുക്കുന്നവരെ നമ്മൾ അങ്ങനെ ആ സിനിമ തീർത്തു വന്നു. എത്ര ദിവസം? 2-3 ദിവസമൊക്കെ ഉണ്ടാവും. ഇത് കുറുപ്പിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. കുറുപ്പും വെയിലും അങ്ങനെ ചെയ്തു. രാത്രി കുറുപ്പ് ഷൂട്ട് ചെയ്യുന്നത് പകല്. അതൊരു രസമാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആക്ടേഴ്സ്. പണ്ട് നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ ഒരു ജഗചേട്ടനൊക്കെ എത്ര ക്യാരക്ടേഴ്സ് ഒരു ദിവസം ചെയ്യണം. അല്ല, ഈ പുറമേയുള്ള ഈ ബഹളങ്ങളേ ഉള്ളൂ ഷൈനെ കുറിച്ച് കേൾക്കുന്നത്. ഇൻഡസ്ട്രിയില് കാരണം അത് ഇത്രയും ആരും അല്ല ഇങ്ങനെ ഇത് ഉറങ്ങാൻ പോലും സമയമില്ലേ? അവിടെ നേരം വിളിക്കുന്നവരെ ഷൂട്ട് ചെയ്തിട്ട് നേരെ അവിടെ പോയി ജോയിൻ ചെയ്യട്ടെ. കാലത്ത് പോയി അതാണ് ആ ഇഷ്ടമാണ്, ആ പറയുന്ന ഇഷ്ടമില്ലേ, ആ പാഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയും പഴയ സീനിയർ ആക്ടേഴ്സ് മമ്മൂക്ക മൃഗയും വിജയം ചെയ്തിട്ടുണ്ടോ? വിജയ് ഇല്ല, അത്രയൊന്നും ലക്ഷം അത് അത്രയും ക്ഷമയൊന്നുമില്ല അല്ലേ? അല്ല, എനിക്ക് ഒരു സമയം എനിക്ക് ഒരു സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. മടിയല്ല, മറ്റേ ഇൻവോൾവ് അല്ല. ഭയങ്കര അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ബിസിനസ് മടി അങ്ങനെ? ഒന്നുമില്ല തന്നിട്ട്. കാരണം അത് എപ്പോഴും ആ ഒരു ചെയ്യണത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക, അധികം ചെയ്യണമെന്ന് ആഗ്രഹവുമില്ല. ആ കിട്ടുന്നതല്ല ഭംഗിയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പണ്ട് മുതലേ അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. സമാധാനമായിട്ട് നമ്മുടെ ലിമിറ്റേഷൻ നമുക്കറിയാം. നമ്മളാണെങ്കിൽ ഒരു ഡയലോഗ് കൂടുതൽ ഇട്ടാനല്ലോ നോക്കാം. ചില സമയത്ത് ഇങ്ങനെ ആരെങ്കിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും, അതായിരിക്കും കുഴപ്പം. ഞാൻ അങ്ങനെ കുഴപ്പത്തിൽ പെട്ടോ. എന്തായാലും ഇതൊരു ചിരി സിനിമയായിരിക്കും. അതെ, തീർച്ചയായിട്ടും നമുക്കിങ്ങനെ തുറന്നു ചിരിക്കാവുന്ന അല്ലേ ഒരു സിനിമ? അത് തീർച്ചയായിട്ടും. അല്ല, ഇതൊരു ഫണ്ണാണ് അതിൻ്റെ ബേസ് അതിൽ. പക്ഷേ സീരിയസ് സീക്വൻസുകളാണ്, വളരെ പ്രശ്നമുള്ള സീക്വൻസുകളൊക്കെ, നല്ല ഡെപ്തുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ അത് ഫണ്ണാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. അതാണ് അങ്ങനെ ഒരു പാറ്റേൺ അവർ പിടിച്ചിരിക്കുന്നത്. ആ ഫണ്ണ് ഈ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. വളരെ സന്തോഷം. താങ്ക് യു.